നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒന്ന് കഴിപ്പിക്ക് നേരെ 15 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് കോഫി പിടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യട്ടോ. അപ്പോൾ പിള്ളേരാ പാക്കുള്ള എടുത്തിട്ട് പോകും, അവർക്കുള്ളത് വാങ്ങിച്ചുകൊണ്ട് പോകും. ഇവിടെ നല്ല ഫ്രഷായിട്ടുണ്ടാക്കുന്ന ബേക്കറിയാണ്. പൈസയും കുറവുണ്ട്. 9 മണിയാകുമ്പോൾ പോവാം. ആരും എണീറ്റിട്ടില്ല. ഇനിയിപ്പോൾ സുഖമായിരിക്കും. കുറച്ചിൻ്റെയൊക്കെ എണീക്കും, പിള്ളേർ എണീക്കും. ചിക്കൻ അധികം വർക്ക് നടക്കുന്ന എനിക്ക് തോന്നില്ല കേട്ടോ. 2 മണിക്കൂർ പറയുന്നത് ഭയങ്കര സൗണ്ടാണെങ്കിലേ ഞാൻ പുറത്ത് കൊണ്ടുവക്കണം. രാവിലെ പിള്ളേർക്ക് സ്മൂത്തി ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ബ്ലൂബെറി നമ്മൾ സേവ് ചെയ്യുമ്പം ബ്ലൂബെറി എന്ന് എഴുതി വെച്ചിട്ട് 2026 ആയതുകൊണ്ട് 2026 ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ഇങ്ങനെ ചെറിയ ബോക്സിൽ വയ്ക്കും. അപ്പം ബ്ലൂബെറി സ്മൂത്തി ഉണ്ടാക്കുന്നത് കുട്ടി ചൂടുണ്ട്, താഴെ കളയാണ്ട് കഴിക്കണം കേട്ടോ. എഗ്ഗും ബട്ടറും കൂടെ മിക്സ് ചെയ്തതാണ്. കഴിക്കേ കേട്ടോ. ചൂടുണ്ട്, താഴെ കളയാണ്ട് കഴിക്കേ കേട്ടോ. താഴെ കളയാം, പകുതി താഴെ പോയി. ചൂട് ആള് ചക്കി എണീറ്റിട്ടില്ല. സമയം 11 മണിയാകുമ്പോൾ പോവാം. അവർ എണീറ്റില്ല. ജോണിക്കുട്ടിയും സുക്കുട്ടിയും മാത്രം രാവിലെ എണീറ്റില്ല. കഴിക്കുക, താഴെ കളയാണ്ട് കഴിക്കുക, എല്ലാം കഴിക്കണം കേട്ടോ. ജോണിക്കുട്ടി ഇത് ബട്ടർ പോലെ യൂസ് ചെയ്തൊക്കെ തൂത്ത് ഇട്ട് ചീസ് വെച്ചിട്ട് കഴിക്കും കേട്ടോ. അത് വേറെ ഒന്നുമില്ല, എഗ്ഗാണ്. ശരിക്കും തോന്നുന്നു നിറച്ച് തൂക്കുക. ബ്രെഡ് വേണോ? ഇത് കഴിച്ച് കഴിഞ്ഞാൽ പപ്പ തരാം. ചീസ് പപ്പ വേറെ കൊടുത്താലോ. ജോണിക്കുട്ടി ഇത് കഴിച്ചോ. ഇത് വേണോ? ബ്രെഡ് എന്താ വേണ്ടേ? സ്മൂത്തി വേണോ? ചീസ് ഞാൻ കഴിച്ച് ഞാൻ കൊടുത്തോളാം. കുഞ്ഞു പീസ് കൊടുക്കണം. ജോണിക്കുട്ടി പപ്പ കൊടുത്തോളാം. ബ്ലൂബെറി നല്ലതാണോ? നല്ലതാണോ? ആണെന്നൊക്കെ പറയുന്നുണ്ട്, സൗണ്ട് കേൾക്കണം കേട്ടോ. ജോണിക്കുട്ടി വിളിച്ച് പോരെ കളയാൻ വേണ്ടിയിട്ട് കേട്ടോ. അവന് കൈ വെച്ചിട്ട് ആ സെറ്റ് നമ്മുടെ ചേറെ തൂത്ത് വെപ്പിക്കില്ല കേട്ടോ. മാളു ടാറ്റാ. കൊച്ചു വലുതാകുമ്പോൾ പപ്പ കൊണ്ടോ. അപ്പം നിങ്ങൾ കഴിക്കും കേട്ടോ. പപ്പ പെട്ടെന്ന് കൊണ്ടുവരാം. മാള് നോക്കിക്കോളൂ. പപ്പയും വരാം. ചിക്കൻ പസ്ത ഉണ്ടാക്കി. നല്ലതാണോ ജോണിക്കുട്ടി? നല്ലതാണോ? വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടിരിക്കും കേട്ടോ. അത് പിന്നെ കഴിച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമില്ല. പസ്ത നല്ലതാണോ? നല്ലതാണോ എനിക്ക്? പപ്പ വേസ്റ്റ് കൊണ്ടേ കളയാൻ വേണ്ടി പോയപ്പം ഏസക്കുട്ടി പുറത്ത് പോയായിരുന്നോ? ചക്കയുടെ ആണോ? കഴിഞ്ഞൊരു പൂച്ചയിറക്കമൊക്കെ ഇറങ്ങി. ഞാൻ പൂച്ചയിറക്കം എന്ന് പറഞ്ഞപ്പോഴേക്കേ ബീൻസ് ഇഷ്ടമില്ല. മറ്റേ ഇന്നാൾ അറിഞ്ഞ അവിടെ പോയിട്ട് ഇല്ല, അവിടെ ഉണ്ടായിപ്പോണെങ്കിൽ ചിക്കൻ അവനെ മറ്റേ സാധനം എടുക്കില്ല. അതായത് ഇതല്ലേ ക്രീമി ആയിട്ട് ഉൾപ്പെടാവത്തില്ല. നല്ലതാണോ?
പൂപ്പി പൂപ്പി ചേട്ടാ ഈ ചേട്ടാ എന്നെ കാണിക്കോ ഈ ചേട്ടാ എന്നെ കാണിക്കോ ചേട്ടാ എന്നെ ചെയ്യോ ഓ ചേട്ടായി കൊച്ചു തിന്നുവാണോ സാൻവി ചേക്ക് തിന്നുവാണോ ഹലോ സാൻവി കളി കഴിഞ്ഞിട്ട് കയറ്റി വയ്ക്കാൻ പറഞ്ഞു പുള്ളി കയറ്റി വയ്ക്കാൻ പോകുന്ന മുകളിൽ കയറ്റി വയ്ക്കണ്ടേ എവിടെ കയറ്റി വയ്ക്കണ്ടേ മുകളിൽ കയറ്റി വെച്ചോ വെച്ചാ ഇവിടെ കയറ്റി കുറച്ച് കയറ്റി വയ്ക്കത് അങ്ങോട്ട് പോയി ബോർഡില് എസ്കുട്ടി കയറ്റി വയ്ക്കേ ഇവിടുത്തെ വാക്കിംഗ് ചെയ്യുന്ന ആളാണ് വാക്കിംഗ് എടുത്തു കഴിഞ്ഞാൽ പുള്ളി നേരെ പോയി പിടിക്കലാണ് പരിപാടി ഇവിടെ എന്നാ ചെയ്യണേ അപ്പ ചെയ്തോളാം താങ്ക് യു അന്നേനെ പിള്ളേരെല്ലാവരും അവരുടെ പരിപാടികളെല്ലാം തീർത്തു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചെല്ലാം കഴിഞ്ഞ് പിള്ളേർ തന്നെ കേട്ടോ എല്ലാം കാര്യങ്ങൾ അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്തു അത് കഴിഞ്ഞ ശേഷം അവർ സിനിമ കാണുന്നു ഇതാക്കിയതിന് ശേഷം അപ്ഡേറ്റ് ആയിട്ട് അവർ ചെയ്യുന്നത് മറ്റേ നമ്മൾ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞ് ഓർമ്മിപ്പിക്കണം ഏത് സിനിമയാണ് കാണുന്നത് ഏത് ഇതാ കാണുന്നത് സീരീസ് കാണുന്നത് എന്നാ പരിപാടി വന്നേ എന്നാ പരിപാടി ലൈറ്റ് ഒന്നും വേണ്ടാന്നേ ലൈറ്റ് വേണ്ടാന്നേ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ ലൈറ്റ് ഒന്നും വേണ്ട ഇങ്ങോട്ട് നോക്കിയേ ലൈറ്റ് ഒന്നും വേണ്ട ലൈറ്റ് ഒന്നും വേണ്ടാന്നേ ഓഫ് ചെയ്തേ എന്തിനാ അങ്ങോട്ട് പോണേ ഇവിടെ വന്ന് എന്തിനാ അങ്ങോട്ട് പോണേ അങ്ങ് പോരെ ചേച്ചിയുടെ സാധനം ഒന്നും എടുക്കണ്ട ഐസ്ക്രീം ഒന്നും ഇല്ല അവിടെ വാ ഐസ്ക്രീം ഒന്നും ഇല്ല വാന്നേ എന്നെ അടുത്ത് നീ അകത്തിരിക്കാനാണോ ഭയങ്കര ഉടായ്പാണേ എന്നാ ഇവിടെ ഒരു ചോക്ലേറ്റ് ഇരിപ്പുണ്ട് തോന്നുന്നു ഡയാച്ചി വാരുടെ ചക്കിയുടെ അവൻ അത് കയറി എടുക്കാനുള്ള ശ്രമമാണേ കയറുന്നു ചവിട്ടി കയറുന്നു എന്തിനാ കയറുന്നത് ഇതൊന്നുമില്ല ഇതിനകത്ത് ഇതില്ല ഇത് എടുത്തു വെച്ചേക്കാം ചേച്ചിയുടെയാ മാൾ ചേച്ചിയുടെയാ ചക്കി ചേച്ചിക്ക് കൂടെ കൊടുത്തേരെ ഇപ്പൊ വഴക്കുണ്ടാക്കും അവിടെ പൊട്ടിക്കണ്ട ആരുടേത് ചക്കി ചേച്ചിയുടെ ആണോ അത് കറക്റ്റ് ചക്കിക്ക് കൊണ്ടേ കൊടുത്തത് പിന്നെ ആരോ വിളിച്ചേ ഞാൻ വിളിച്ചിട്ട് കൊടുക്കാം ഇതാരും എവിടെ കിട്ടുന്നത് എല്ലാവർക്കും ഒത്തിരി മിഠായി കൊടുക്കില്ല അവര് കുഞ്ഞിപ്പല്ലി ഇതായി പോവും ഒത്തിരി കൊടുക്കാൻ പാടില്ല കേട്ടോ എടുത്തു വെച്ചാൽ അവനെ കാണിച്ച് ചോക്ലേറ്റ് വെക്കരുത് ഉണ്ണിയപ്പം തരും കണ്ടോ വായിക്കാൻ നിറച്ച് ചോക്ലേറ്റ് ഇട്ടിട്ട് അത് മാറ്റി വെക്കേ കേട്ടോ ജോണിക്കുട്ടിയുടെ അവിടെ മാറ്റി വെക്കേ ഞാൻ അവനെ കാണിച്ച് വെക്കരുത് ഒരിടത്ത് കണ്ടതേ ഫ്രിഡ്ജിനകത്ത് അവൻ കാണിച്ച് വെച്ച് ഞാൻ വേണ്ടി നിന്ന് ചോദിക്കും അതാരുടെ ചെരിപ്പാ എല്ലാവരുടെയും ചെരിപ്പ് അടിക്കി വെക്കാനൊരു രസം കൊണ്ട് തുടങ്ങിയോ
ഇത് കഴിഞ്ഞിട്ട് നമ്മളിത് പുറത്ത് പോവാണേ. കുട്ടികളെ എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് പുറത്ത് പോയേക്കാം. ഉറങ്ങുമായിരുന്ന ചക്കര ഉറങ്ങിയോ? പപ്പയുടെ 8 മണി. സമയം 4 മണിയായി. നമുക്കൊരു 7 മണി പുറത്ത് പോവാം കേട്ടോ. ഇങ്ങോട്ട് റെഡിയാണേ. അമ്മ കിടന്ന് ഉറങ്ങട്ടെ. നമ്മൾ ഇതിനകത്ത് കിടന്ന് കളിച്ചാൽ മതിയോ? നമുക്ക് പുറത്ത് പോവാം. വാ പുറത്ത് പോവാം നമുക്ക്. നിന്റെ ഹലോ പറഞ്ഞു. പോ നമുക്ക് പാർക്കിൽ പോവാം, കളിക്കാൻ പോവാം. എന്നാ അത് അങ്ങനെ തന്നെ. വേറെ എന്താ പറഞ്ഞ? ഒരു പ്രാവശ്യം പറഞ്ഞ പിന്നെ പറയും. ഹലോ ഇങ്ങനെയുണ്ട് നമുക്ക് മറ്റേ സ്റ്റെപ്സ് കയറുന്ന സ്ഥലത്ത് പോണോ? അവിടെ പോകാം. അവിടെ വെല്ലുവിളി പോകുന്ന സ്ഥലമല്ലേ നിങ്ങൾ പിള്ളേര് പോകുന്നത്? പാർക്കുണ്ടല്ലോ. മാളി ചേച്ചി പറഞ്ഞേ. ചേച്ചി പറയാനാണ് എനിക്ക് സന്തോഷമായോ? ഹലോ ഇവിടെ വാ, ഇവിടെ എടുത്തോ. ബെൽറ്റ് കിട്ടല്ലേ? ബെൽറ്റ് കേട്ടോ. ജാക്കറ്റ് ഒക്കെ ഇടണേ. തൊപ്പിയും വെക്കണം കേട്ടോ. കാറ്റുണ്ട്. പാർക്ക് കണ്ടത് പുള്ളിയുടെ ഒരു ഓട്ടോ. രസക്കുട്ടി വാക്ക് എന്ന് പറഞ്ഞിട്ട് ഓടിപ്പീരാണ് നിങ്ങളെ. അടുത്തേക്ക് പറന്നു പോകും. വേണ്ടോ? പറന്നു പോയോ? വേണ്ടോ? പറന്നു പോയി. കാക്ക. രസക്കുട്ടി മടുക്കുന്നില്ലേടേ? മടുക്കുന്നില്ലേ? എന്നെ പറ്റി അപ്പോൾ കയറ്റി വിടാം. കാല് പൊക്കി എടുക്കുക. അങ്ങനെ പയ്യ പോരെ. എന്നെ പറയേ. ചെയ്യാം. ആരെ കൊച്ചു എടാ കല്ല് വാരി എറിയുന്നോളാം. കല്ല് വാരി എറിയുന്നോ? വീട്ടിൽ ചെന്നിട്ടേ അതിനുണ്ടാക്കി തരേണ്ട പസ്ത ഉണ്ടാക്കണോ? ചിക്കൻ പസ്ത ഉണ്ടാക്കണോ? എല്ലാ സാധനവും ഉണ്ട് വീട്ടിലെല്ലാം ഉണ്ടല്ലോ. പാൻറ് മൊത്തം നനച്ചോ? പാൻറ് മൊത്തം നനച്ചോ? കാക്കയൊക്കെ ഉണ്ട് അവിടെ. മൊത്തം കക്ക ഉണ്ടായോ? മടുത്ത് പിള്ളേർ പുറത്ത് പോയി കളിച്ചിട്ട് മതി. ഇനി യസുക്കുട്ടി മടുക്കാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. യസുക്കുട്ടി അവനെ പിടിച്ചോണേ. യസുക്കുട്ടി സൈക്കിള്
പിച്ചോനെ പിച്ചോനെ പിച്ചോനെ. ഓ ഓ ഒരു പാൻറ് മൊത്തം വെള്ളമാക്കിയില്ലേ കൊച്ചേ? ആ ചേച്ചി എടുത്തു തരും. പാൻറ് ഒരിക്കോ. ഓക്കേ പറഞ്ഞേ. കൈ മുഖം കഴുകണം. ബാ ഓരോരുത്തർ വിളിക്കുക. ആദ്യം ആരും വിളിക്കുന്നേ? ചക്കി ആദ്യം വിളിക്കട്ടോ. അതിന് ജോണിക്കുട്ടിയാ. കുട്ടി സുന്ദരനായോ? കുടിപ്പക്കുമാർ സുന്ദരനായോ? ഇച്ചിരി കമർപ്പുണ്ട്. അവനൊന്നും വിഷയമില്ല. ജോണിക്കുട്ടി പോയി വിളിച്ചേ. ചെല എടുത്തിട്ട് തൂക്ക് നോക്കി. ഇവിടുത്തെ വലിയ ക്ലീനിങ്കാരനാ. പുറത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചിക്കൻ പസ്ത ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിതിനു മുമ്പ് ഉണ്ടാക്കുന്ന സെയിം രീതിയിൽ തന്നെയാണ്. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നത്തെ പസ്ത എങ്ങനെയുണ്ട്? ആണല്ലേ? പപ്പ എപ്പോഴും ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യത്തേന്. ടേസ്റ്റ് കൂടുതലാണോ കുറവാണോ? ആണല്ലേ? എസക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പയുടെ പസ്ത ഇഷ്ടപ്പെട്ടോ? ആ കൊച്ചിന് ഇഷ്ടപ്പെട്ടു. കൊച്ചിൻ്റെ പോർഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ അടുത്തിരിക്കുന്നതുകൊണ്ട് അവൻ താഴെ കളയത്തില്ല എന്നുള്ള വിശ്വാസമാണ്. നല്ലൊരു പീസ് ആടിപ്പോയി. പപ്പ പപ്പ എടുത്തരാം. ഫുഡ് നല്ലതാണെന്നുണ്ടെങ്കിൽ എസക്കുട്ടി കഴിക്കുന്നത് കാണുമ്പോൾ അറിയാം. നമ്മുടെ ടെസ്റ്ററാണ് എസക്കുട്ടി. നല്ല ഫുഡ് വാങ്ങണമെങ്കിൽ അവൻ കഴിക്കും. ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ. ശ്രദ്ധയോടുകൂടി കുത്തി അവൻ എടുക്കുന്ന കേട്ടോ. എടുക്കുന്ന ഇനി വേണോ? കൊച്ചിനെടുത്ത് കഴിച്ചോ. വളരെ വേണോ? കൊച്ചിന് തരാം. കൊച്ചു കഴിച്ച് കഴിയുമ്പോൾ തരാം. കൊച്ചിന് തരാം. വെള്ളം വേണോ? വെള്ളം കഴിച്ചു കഴിയട്ടെ. വേണ്ട ബാളു. എന്തോരം വേണം നമുക്ക് കൊടുക്കാം കഴിച്ചു കഴിഞ്ഞാല്. അങ്ങനെ മാളു രണ്ടാമതെടുത്തു. മാള് രണ്ടാമതെടുക്കലാണ് വലിയ പാട്. എടുക്കാറില്ല. സന്തോഷം. അവൻകുട്ടി കുളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല. അവൻകുട്ടി പസ്ത എങ്ങനെയുണ്ട്? എസക്കുട്ടിയുടെ പാട്ട് എസക്കുട്ടി കഴിച്ചു. അവനും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്ലാ 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 ബ്ലാ. പാട്ടോ? പാട്ടൊന്നും വേണ്ട. കൊച്ചു കഴിച്ചാൽ മതി. പാട്ട് വേണ്ട. കൊച്ചു കഴിച്ചാൽ മതി. പാട്ടൊന്നും ആക്കിയൊന്നുമില്ല. കഴിക്കാൻ എന്താ കിട്ടി? ഇനിയും വേണോ? പപ്പ എടുത്തരാം. മിടുക്കനാട്ടോ. പുറത്ത് പോയി 2 മണിക്കൂറോളം കളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ട് വിശന്നു. പുള്ളി ഭയങ്കര ഓട്ടമായിരുന്നല്ലോ. ഒരെണ്ണം പോലും വേസ്റ്റാക്കിയിട്ടില്ല. സൈഡിൽ കിടപ്പുണ്ട് 2 കൂടെ. എല്ലാ നേരവും കേട്ടോ പുള്ളി നന്നായിട്ട് വേറെ വെച്ച് കഴിക്കുന്നില്ല. ദിവസത്തിൽ 1 നേരമായിരിക്കും ശരിക്കും വേറെ വെച്ച് കഴിക്കുന്നത്. എന്നെ കൊച്ചു കാണിക്കുന്നേ? ഇനി വേണ്ട. അവന് വേണം. അതേ ശരിയില്ല. താങ്ക് യു. ഇനി വേണോ? വേണ്ട. പ്ലേറ്റ് തരുന്ന ആണോ? ഇനി വേണോ? പണ്ട് കുഞ്ഞു വാവയായപ്പോ ഇതുപോലെ ചെയ്തോളൂ. ആദ്യമായിട്ട് ഇന്ന് ഒത്തിരി ദിവസം കൂടിയാണ് കൊടുത്ത ഫുഡ് മൊത്തം തീർത്തിട്ട് നീ വേണമെന്ന് പറയുന്നത്. അത് വായിലിരിക്കുന്നത് കഴിച്ചു തീർക്കുക. ഇതിന്റെ മുഖത്ത് എങ്ങനെ മുറിഞ്ഞ എങ്ങനെ കൊച്ചിന്റെ? വേണോ? ഇനി വേണോ? തരാം. പപ്പ തരാം. തരാം. അതും തിരണം കേട്ടോ. ഒട്ടും ബാക്കി വെക്കരുത്. സൈഡിൽ വെക്ക. അതും കഴിച്ചോണം കേട്ടോ. വൈകുന്നേരം നന്നായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ചിക്കുവിന് രാത്രിയിലിട്ട് ബുദ്ധിമുട്ടിപ്പിക്കത്തില്ലേ? ഇല്ലെങ്കിലുണ്ടല്ലോ ഒരു രക്ഷ ഉണ്ടാകത്തില്ല. കേട്ടോ. ചക്കര കുത്ത.
ചക്കര മുത്താട്ടോ. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർ ടി വി കാണുന്ന സമയമാണ്. കുറച്ച് നേരം എസുകുട്ടി കയറി വലിയ ചേട്ടായിനെ പോലെ കയറി ഇരിക്കുവാണേ. എസുകുട്ടി എന്നാ കാണുന്നേ? എന്നാ കാണുന്നേ അത് പറ. എന്നാ കാണുന്നേ എസുകുട്ടി? ആ അവിടെ ഇരുന്ന് അവിടെ ഇരുന്ന്. ഓക്കെ ഓക്കെ അപ്പൊ കാണിക്കണ്ട. അവിടെ ഇരുന്ന് മതി. ഓ കാലൊക്കെ സെറ്റപ്പായിട്ട് ഇരിക്കണേ. നീ ഉറക്കം വരുന്നുണ്ടോ? എല്ലാരെയും നിക്കലിടുന്നുണ്ട്. പക്ഷെ ആർക്കും ശ്രദ്ധിക്കാൻ സമയമില്ല. അറിഞ്ഞില്ലല്ലോ. മെഡിക്കലായിട്ടായിരുന്നു. സൗണ്ട് ഒക്കെ കേട്ടായിരുന്നോ? ഒച്ചപ്പാട് കേട്ടില്ല. അമ്മേനെ ഡ്യൂട്ടിക്ക് വിടേ. പാപ്പം കൂടെ അവസാന കലാശക്കോട്ടും കൂടെ വയറുവച്ചൊക്കെ ഫുഡ് കഴിച്ചാ? പാപ്പ തീർന്നു പോയി. കൊച്ചു വലുതായി, വലിയ കൊച്ചായി. ഇനി പാപ്പം കഴിക്കുന്ന കൊച്ചല്ല, ഇനി പുട്ട് തിന്നുന്ന കൊച്ചാ. പുട്ട് തിന്നുന്ന ഇനി വയറ് നിറച്ച് കഴിച്ചു. ആദ്യമായിട്ടാണ് രണ്ടാമത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. ആരാ കടയിൽ വിട്ടതാരാ? ചക്കി കടയിൽ പോയി. ആരാ പറഞ്ഞു വിട്ടതാരാ? ഹലോ ബ്രീത്ത് കേൾക്കും പറ. ഞാൻ പറയണ്ട വേസം പോയി ടോയ്ലറ്റിൽ പോയി അപ്പിടുന്ന കേട്ടോ. വലിയ പണി ചെയ്യണ പോലെ നിൽക്കണം. അവരപ്പിടുന്നത് ബാത്റൂമിൽ പോയി അപ്പിടുന്നത് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇതാണല്ലോ. പക്ഷെ പാല് കുടിച്ച് കഴിയുമ്പോ കണ്ടോ. അപ്പൊ ഇന്നത്തെ ഏറ്റവും ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ.